Welcome to Semester 6, Paper 3, Optics, 19th lecture, BSc Physics Main, Diffraction at a straight edge, the second part. In the first part, we have seen diffraction at a straight edge, half of the essay. Now we have second part, Semester 6, Paper 3, 19th lecture, Diffraction at a straight edge continued, the second part of the essay. So the figure we have drawn is repeated here. In the previous class, we have drawn such a figure with this, some lines missing. S is the source, CAD is the wavefront, A is the pole of the wave with respect to point P on the screen, XY screen. And there are points P, Q, and R. Screen is marked, and for the point P, A is the pole of the wavefront, S is upper half, AD is lower half. There are points E and F. E is the pole of the wavefront with respect to point Q. F is not marked here. F is below. That is given in the first figure. And in order to find the resultant intensity at P, we divide the upper half of the wavefront and lower half of the wavefront separately the number of half period zones. The straight edge AB is also shown in this figure. The same figure. So now we have to see the intensity, expression for intensity. For the point P on the screen, A is the pole of the wavefront. The lower half of the wavefront is not effective, the upper half is effective. The resultant amplitude at P is given by A1 is equal to D1 minus D2 plus D3 minus D4 plus D5 minus D6 plus etc. അതായത് നമ്മൾ ഇൻറ്റൻസിറ്റി പറയുമ്പോൾ ആദ്യം പിയിലാണ് പറയേണ്ടത്. ആ പി ക്യു ആർ 3 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഈ എസ് ഐയുടെ പ്രധാനപ്പെട്ട ഭാഗം. ആദ്യ പോയിന്റ് പി ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പി? പടം നോക്കുക. പി സ്ക്രീനിലെ പോയിന്റാണ്. അത് ഷാഡോ വക്കിൽ വരുന്നതാണ്, ഷാഡോ എഡ്ജിൽ വരുന്നതാണ്. ഷാഡോ എഡ്ജിൽ എന്തുമാത്രം ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ട് അതാണ് പറയുന്നത്. അപ്പോൾ ഈ പി എന്നുള്ള പോയിന്റിന് എ ആണ് പോള്, എ സി അപ്പർ ഹാഫ്, എ ഡി ലോവർ ഹാഫ്. അപ്പർ ഹാഫിൽ നിന്ന് ലൈറ്റ് വരും, ലോവർ ഹാഫ് ഒബ്സ്റ്റക്കിൾ മൂലം, സ്ട്രൈറ്റ് എഡ്ജ് മൂലം മറഞ്ഞിരിക്കുന്നതിനാൽ ലൈറ്റ് വരില്ല. അപ്പോൾ അപ്പർ ഹാഫിലെ എല്ലാ വേവ് ഫ്രണ്ടും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ, അതിൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് നമ്മൾ ഈ ഡിസ്റ്റർബൻസസ് കൂട്ടണം. ഓരോ സോണിൻ്റെയും അപ്പർ ഹാഫിലെ ഓരോ സോണിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്കറിയാമല്ലോ ഈ അൾട്ടർനേറ്റീവ് ടൈം മൈനസ് എടുക്കണം. കാരണം പാത്ത് ഡിഫറൻസ് λ/2 മാറും നമ്മൾ ഓരോ അഡ്ജസൻറ്റ് സോണിലേക്കും ചെല്ലുമ്പോൾ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കാണുമ്പോൾ A1 is D1 minus D2, ആ ഓൾട്ടർനേറ്റീവ് ടൈംസ് മൈനസ് എടുത്തുകൊള്ളണം. ഇതെല്ലാം കൂട്ടി D1/2 ആക്കുന്ന ടെക്നിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് D1, D3, D5 പോലെയുള്ള ഓഡ് നമ്പർ വരുന്ന ടേംസിലെല്ലാം നമ്മൾ പിരിച്ചു വരണം. എന്നിട്ട് ആ എ പിയുടെ ഇക്വേഷൻ വെച്ചിട്ട് അരിത്തമെറ്റിക് മീൻ ഇക്വേഷൻ വെച്ചിട്ട് എല്ലാം ക്യാൻസൽ ചെയ്യണം. D1/2 എന്ന് വരും. അപ്പോൾ ഷാഡോ വക്കിലുള്ള പിയിലുള്ള റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആണ് D1/2. അത് അപ്രോക്സിമേറ്റ് ആണ്, കാരണം ലാസ്റ്റ് ഒരു ടൈം വരുമല്ലോ, വളരെ ചെറിയ ടൈം വരും, അത് നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ A1 ഈസ് D1/2 അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇൻറ്റൻസിറ്റി നമ്മൾ പറയും. ഇൻറ്റൻസിറ്റി A1 ഈസ് we have written D1/2 consequently intensity at P I proportional to A1 square I proportional to D1/2 the square I proportional to D1 square by 4. Here is the intensity at the shadow edge P. അങ്ങനെ എഴുതാം കേട്ടോ. Here is the intensity at the shadow edge P. P എന്ന് വേണേൽ ചേർക്കാം. അത് ഷാഡോ എഡ്ജ് ചെയ്യാനും മതി. ഷാഡോ എഡ്ജ് P. ഇനി നമ്മൾ ക്യൂ എന്നുള്ള പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ക്യൂ? ക്യൂ എന്ന് പറയുന്നത് ആ പിക്ക് മുകളിലുള്ള പോയിന്റാണ്. ഈ പടം നോക്കുക, പിക്ക് മുകളിലുള്ള പോയിന്റാണ്. ഷാഡോ എഡ്ജിൻ്റെ മുകളിലുള്ള പോയിന്റാണ് ക്യൂ. ആ ക്യൂ എന്ന് പറയാൻ നോക്കുക. At the point Q,
At the point, for the point Q outside the geometric shadow E is the pole of the wavefront. Then a pole model. EC is upper half. EC is upper half. And ED is the lower half of the wavefront. The upper half EC and the portion of the lower half are effective. The portion AD is not effective. അതൊക്കെ മനസ്സിലാവും നോക്കിക്കേ. ഇതാ പടം നോക്കുക. ഇ എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇയിൽ നിന്നാണ് എപ്പോഴും M1 M2 M3 എടുക്കേണ്ടത്. ഇയിൽ നിന്ന് കീഴ്പോട്ടാണ് N1 N2 N3 എടുക്കേണ്ടത്. അപ്പോൾ ഈ Q എന്നുള്ള പോയിന്റിൽ EC കംപ്ലീറ്റ് ലൈറ്റ് അങ്ങോട്ട് വരും, ഒരു മറയില്ല. താഴെയുള്ള ED ഉണ്ടല്ലോ, ED ലോവർ ഹാഫിലെ കുറച്ച് ഭാഗം തുറന്നിരിക്കുകയാണ്, EA, അവിടുന്ന് ലൈറ്റ് വരും. ബാക്കി AD നിന്ന് ലൈറ്റ് വരാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് the portion EC is completely effective, upper half is completely effective, and a portion EA of the lower half is also effective, and AD is not effective. ശരിക്കും മനസ്സിലാക്കണം, Q എന്നുള്ള പോയിന്റിന് E ആണ് ഇപ്പോൾ, EC അപ്പർ ഹാഫ്, ED ലോവർ ഹാഫ്, ഒബ്സ്റ്റക്കിൾ A വരെയുള്ള. അപ്പോൾ AD നിന്ന് ലൈറ്റ് വരത്തില്ല, മറന്നിരിക്കുന്നു. അപ്പർ ഹാഫിൽ EC നിന്ന് ലൈറ്റ് വരും, ലോവർ ഹാഫിലെ ഒരു ചെറിയ ഭാഗം Eയിൽ നിന്ന് കൂടി ലൈറ്റ് Qയിലെത്തും. ED is the lower half of the wavefront. The upper half EC and a portion of the lower half are effective. The portion AD is not effective. If EA contains, എന്താണ് E എന്ന് പറഞ്ഞാൽ? E എന്ന് പറഞ്ഞാൽ ലോവർ ഹാഫിലെ എഫക്റ്റീവ് ഭാഗം, ലോവർ ഹാഫിലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗം, ലൈറ്റ് കടന്നു വരുന്ന ഭാഗമാണ് EA. If EA contains first half period strip of the lower half, the resultant amplitude of vibration A2 is D1 by 2 due to upper half and D1 due to the lower half. ഇവിടെ അപ്പർ ഹാഫിൽ നിന്ന് എപ്പോഴും ലൈറ്റ് വന്നുകൊണ്ടിരിക്കും, അത് D1 by 2 ആണ്. ലോവർ ഹാഫിലെ എഫക്റ്റീവ് റീജിയണിൽ ഒരു സോൺ മാത്രം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് D1 ലൈറ്റ് വരും, D1 ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയും A2 is D1 by 2 due to upper half and D2 due and D1 ലോവർ ഹാഫിലെ എഫക്റ്റീവ് ഭാഗം ഒരു സോൺ, D1 due to lower half. That is A2 is D1 by 2 plus D1. That is A2 is 3D1 by 2. I proportional to A2 square. That is I proportional 3D1 by 2 square. That is I proportional to 9D1 square by 4. അപ്പോൾ എന്താണ് ഈ Qയിലെ ഇൻറ്റൻസിറ്റി? ലോവർ ഹാഫിലെ എഫക്റ്റീവ് ആയിട്ടുള്ള EA ഭാഗത്ത് ഒരു സോൺ ഉണ്ടെങ്കിൽ ലൈറ്റ്, അത് I പ്രപ്പോർഷണൽ 9D1 സ്ക്വയർ ബൈ 4 ആണ്. ഇത് പിയിലുള്ള ഇൻറ്റൻസിറ്റിയുടെ 9 മടങ്ങാണ്. പിയിൽ ഷാഡോ എഡ്ജിൽ നമുക്ക് കിട്ടിയ ഇൻറ്റൻസിറ്റി D1 സ്ക്വയർ ബൈ 4 ആണ്. അത് 9 ഇരട്ടിയാണ് ഈ കാണുന്നത്. അതായത് Q എന്നുള്ള പോയിന്റ് എടുത്താൽ ഈ ലോവർ ഹാഫിലെ എഫക്റ്റീവ് റീജിയൻ EAയിൽ ഒരു സോൺ ഉണ്ടെങ്കിൽ വയർ ഇൻറ്റൻസിറ്റി 9D1 സ്ക്വയർ ബൈ 4 ആണ്. ഷാഡോ എഡ്ജിൽ ഇൻറ്റൻസിറ്റിയുടെ 9 times. That is the intensity at Q is 9 times the intensity, and hence illumination at Q is a maximum bright band. Next point. If A contains two half period strips, elements of the lower half, the resultant amplitude. താഴത്തെ എഫക്റ്റീവ് ഭാഗത്ത് രണ്ട് സോൺ ഉണ്ടെങ്കിൽ we can write A3 is D1 by 2 due to upper half and D1 minus due to the two zone the lower half. This we split like this. D1 we write first and D1 by 2 we write second, and minus D2 we write. Then we two terms we add, two cancelling terms we add D3 by 2 and minus D3 by 2. They will cancel, so we get the above equation itself. And the term in the box becomes 0. The amplitude becomes A3 is equal to D1 minus D3 by 2. I proportional to A3 square. ഇപ്പോൾ ഇവിടെ
ഇൻറ്റൻസിറ്റി കാണാൻ നമ്മൾ ആ ടേം സ്പ്ലിറ്റ് ചെയ്ത് നോക്കി. D1 ആദ്യം എഴുതി, പിന്നെ D1/2 രണ്ടാമത് എഴുതി, പിന്നെ D2 എഴുതി. ഇതൊരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ D3/2 - D3/2 എന്ന് പറയുന്ന രണ്ട് ക്യാൻസലിങ് ടേംസ് ചേർക്കും. എന്നിട്ട് ബോക്സിലെ ടേം 0 ആക്കും. അപ്പോൾ D1 - D3/2 ആണ്. ഇത് D1 കുറവാണ്. അപ്പോൾ I proportional to A3 square, I proportional to D1 - D3/2 square. The intensity is a minimum but greater than that corresponding to A1. A1 നമുക്ക് കിട്ടിയത് എന്താണ്? D1 square by 4 ആണ്. ഇവിടെ കിട്ടിയത് D1 - D3/2 സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് D1 സ്ക്വയറിനേക്കാൾ ഇത് വലുതാകാൻ കാരണം? A1 കിട്ടിയത് D1 സ്ക്വയർ ബൈ 4 ആണ്. നിങ്ങൾ പിന്നെ പുറകോട്ട് പോയി നോക്കിയാൽ കാണാം. ഇപ്പോൾ കിട്ടിയത് D1 - D3/2 സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് D1 - D3/2 സ്ക്വയർ ഈ D1/2 സ്ക്വയറിനേക്കാൾ വലുതാകാൻ കാരണം? കാരണം ഈ D1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ D1 - D1/2 സ്ക്വയർ ആണല്ലോ. ഇവിടെ D1 - D3/2 സ്ക്വയർ ആണ്. D3 D1നേക്കാൾ ചെറുതാണ്. അതുകൊണ്ടാണ് ഈ D1 - D3/2 സ്ക്വയർ വലുതാകുന്നത്. നോക്കൂ, A1 കറസ്പോണ്ടിങ് ആയിട്ട് D1 സ്ക്വയർ ബൈ 4 ആണ്. അതിനെ D1 - D1/2 ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. ഇവിടെ D1 - D3/2 സ്ക്വയർ ആണ്. ഈ D3/2 D1/2നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പോൾ ചെറിയ സംഖ്യ കുറച്ചാൽ ഉത്തരം കിട്ടുന്നത് വലുതാണ്. അപ്പോൾ D1 - D3/2 സ്ക്വയർ എന്ന് പറയുന്നത് D1 സ്ക്വയർ ബൈ 4നേക്കാൾ വലുതാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. The intensity is a minimum but greater than that corresponding to A1. If A contains first 3 half-period elements, A4 is equal to upper half-ൻ്റെ D1/2, lower half-ലെ 3 zones, D1 - D2 plus D3. അത് കൂട്ട് നോക്കൂ. A4 is equal to D1 ഒരു ടേം രണ്ടാമത്തെ ടേം എടുത്തെഴുതി, പിന്നെ D1/2 എഴുതി, -D2 എഴുതി, D3/2 സ്പ്ലിറ്റ് എഴുതും. D3/2 plus D3/2. അപ്പോൾ ബോക്സ് ടേം ക്യാൻസൽ ചെയ്യും. A4 is D1 plus D3/2. The corresponding intensity I proportional to A4 square D1 plus D3/2 square. This is a maximum but less than that of A2. A2വിൽ നമുക്ക് കിട്ടിയത് 9 D1 സ്ക്വയർ ബൈ 4 ആണ്. അല്ലെങ്കിൽ D1 പ്ലസ് D1/2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് D1 പ്ലസ് D3/2 സ്ക്വയർ ആണ്. D3 D1നേക്കാൾ ചെറുതായതുകൊണ്ട് D1 പ്ലസ് D3/2 സ്ക്വയർ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിനേക്കാൾ 9 D1 സ്ക്വയർ ബൈ 4നേക്കാൾ ചെറുതായിരിക്കും. ദാസ് അപ്പം ഇങ്ങനെ മാക്സിമം മിനിമം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Thus, if the point Q moves up from P, it passes alternately through the positions of maxima and minima. Maxima and minima according as A contains odd or even number of half-period zones. അപ്പം അങ്ങനെ നമ്മൾ മേപ്പോട്ട് പോകുമ്പോൾ എയിൽ ഈ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ പിന്നെ സോണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മിനിമ കണ്ടുകൊണ്ടിരിക്കും. കാരണം ഷാഡോ വർക്ക് ഒരു മിനിമാണ്, പിന്നെ മാക്സിമം, പിന്നെ മിനിമം, പിന്നെ മാക്സിമം, അങ്ങനെ മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല diffraction bands. It will give rise to diffraction bands. The intensity of maxima goes on decreasing while that of minima goes on increasing as Q moves up. Hence, beyond a certain distance from P, the illumination on the screen will be almost uniform. അപ്പോൾ നമ്മൾ ഷാഡോ വർക്കിൽ നിന്ന് മേപ്പോട്ട് പോകുമ്പോൾ മാക്സിമം മിനിമ ലൈറ്റിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കും. മാക്സിമയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, മിനിമയുടെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും.
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ക്യൂബ് എപ്പോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ യൂണിഫോം ഇല്യൂമിനേഷൻ ആയി മാറും. ഇനി നമ്മൾ മൂന്നാമത്തെ എക്സ്പ്ലനേഷനാണ് ലാസ്റ്റ് പോയിന്റാണ്. അടുത്ത പോയിന്റ് ആർ ഏതാണ്? ആർ എന്ന് പറയുന്നത് പിക്ക് താഴെ ജോമെട്രിക്കൽ ഷാഡോയിലുള്ള പോയിന്റാണ്. ഇറ്റ് ഇസ് എ പോയിന്റ് ഇൻസൈഡ് ജോമെട്രിക് ഷാഡോ. കൺസിഡർ എ പോയിന്റ് ആർ ഇൻസൈഡ് the geometrical shadow. F is the pole of the wavefront, Fc is the upper half, and Ft is the lower half of the wavefront. At R, the lower half Ft is Fd and the portion Fa of the upper half are not effective. Only the portion AC is effective. അത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഈ പോയിന്റ് ആറിന് നമ്മൾ ഫസ്റ്റ് പടം രജനാസി വരച്ച പടം എഫ് ആണ് പോള്, എഫ് സി അപ്പർ ഹാഫ്, എഫ് ടി ലോവർ ഹാഫ്. എഫ് ഡി കംപ്ലീറ്റ് ഇൻഎഫക്റ്റീവ് ആണ് ലോവർ ഹാഫിൽ, പിന്നെ അപ്പർ ഹാഫിൽ എഫ് ഇൻഎഫക്റ്റീവ് ആണ്. എ സി മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ളൂ, ലൈറ്റ് വരുന്നത് അവിടെ മാത്രമേ, ബാക്കിയെല്ലാം ഒബ്സ്റ്റക്കിൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ഈ എഫ് എ കണ്ടെയ്ൻസ് ഫസ്റ്റ് ഹാഫ് സ്ട്രിപ്പ്. ഏതാണ് എഫ് എ? ലോവർ ഹാഫിലെ ഇൻഎഫക്റ്റീവ് ഭാഗം, ലോവർ ഹാഫിലെ ഇൻഎഫക്റ്റീവ് ഭാഗം. അല്ലല്ല, ലോവർ ഹാഫിലല്ല, അപ്പർ ഹാഫിലെ ഇൻഎഫക്റ്റീവ് ഭാഗം. ഈ എഫ് എ കണ്ടെയ്ൻസ് ഫസ്റ്റ് ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് ഓഫ് ദി അപ്പർ ഹാഫ്. ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് ആർ ഇസ് ഗിവൺ ബൈ, അതായത് അപ്പർ ഹാഫിലെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള എഫ് ഐയിൽ ഒരു സോൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലൈറ്റ് ഇല്ലല്ലോ, ബാക്കിയിൽ എഴുതാൻ പറ്റുള്ളൂ. ലോവർ ഹാഫ് കംപ്ലീറ്റ് ഇല്ല, അപ്പർ ഹാഫിലെ ഇൻഎഫക്റ്റീവ് ഭാഗത്ത് ഒരു സോൺ ഉണ്ടെങ്കിൽ അവിടുത്തെ D1 വരില്ല, ബാക്കിയുള്ളത് വരും. A = -D2 + D3 - D4 + D5 അങ്ങനെ വരും. അത് കൂട്ടി നമുക്ക് കാണിക്കാൻ സാധിക്കും. A = -D2/2 അങ്ങനെ കാണിക്കാൻ പറ്റും. പഴയപോലെ ബോക്സ് വരച്ച് പിന്നെ ടേംസ് D3 D5 ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അത് -D2/2 എന്ന് കിട്ടും. ഇൻറ്റൻസിറ്റി അതിൻ്റെ സ്ക്വയർ ആണല്ലോ. ഇൻറ്റൻസിറ്റി I proposed A square proportional to -D2/2 square പ്ലസ് ആയിട്ട് മാറും D2² 4. അതുപോലെ എഴുതാം നമുക്ക്. If F contains first two SPs, the resultant amplitude at R, that is A = D3 - D4 plus first n ആകട്ടോ. If F contains the first two SPs, ഫസ്റ്റ് ടു SPs അതന്നെ, ഫസ്റ്റ് ടു SPs രണ്ട് ടൈം കാണത്തില്ല, D1 D2 കാണത്തില്ല. ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് ആർ, ദാറ്റ് ഇസ് A = D3. D1 D2 ഇല്ല, D3 - D4 plus D5 etc., which is D3/2. Intensity I proportional A square, I proportional D3² 4. അപ്പം അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഒരു പിന്നെ ജനറലായിട്ട് ഒരു കോമൺ റിലേഷൻ പറയാൻ പറ്റും. സിമിലർലി ഈ ഫിഫെ കണ്ടെയ്ൻസ് ഫസ്റ്റ് n SPZ ഓഫ് ദി അപ്പർ ഹാഫ്. ഒരെണ്ണമുണ്ടെങ്കിൽ D2² 4 കിട്ടും, രണ്ടുണ്ടെങ്കിൽ D3² 4 കിട്ടും. എൻസോ ഉണ്ടെങ്കിൽ സിമിലർലി ഈ ഫിഫെ കണ്ടെയ്ൻസ് ഫസ്റ്റ് n SPZ ഓഫ് ദി അപ്പർ ഹാഫ്, I proportional DN+1² 4. അങ്ങനെ നമുക്ക് എഴുതാം. ഇനിയാണ് ഇത് വളരെ ചെറുതാണെന്ന് നമ്മൾ പറയാൻ. സിൻസ് D1 D2 D3 are in decreasing order, their squares decrease more rapidly. Thus on proceeding even a small distance along PR inside the geometric shadow, the result, the illumination falls rapidly to 0. അപ്പോൾ നമ്മൾ പിന്നെ താഴെ ആറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുറേ സോണങ്ങൾ കടന്നു പോകും. അപ്പോൾ DN+1² 4 വളരെ നെഗ്ലിജിബിളാണ്. അപ്പോൾ അവിടെ ഷാഡോ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ കർവ് പ്രത്യേകം പഠിക്കണം. ഇത്
ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഡ്രോ ദി ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് സ്ട്രെയിറ്റ് എഡ്ജ് പാറ്റേൺ ഡിഫ്രാക്ഷൻ പാറ്റേൺ. എസ് എ ചോദിച്ചില്ലെങ്കിൽ ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഡ്രോ ദി ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് സ്ട്രെയിറ്റ് എഡ്ജ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം പി, അത് ഔട്ട്സൈഡ് ജോമെട്രിക് ഷാഡോ ആണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ ഇൻസൈഡ് ജോമെട്രിക് ഷാഡോ ആണ്. പി ആണ് ഷാഡോ എഡ്ജ്. അപ്പോൾ ഇൻറ്റൻസിറ്റി, ഐ ഇൻറ്റൻസിറ്റി. ഷാഡോ എഡ്ജ് ഇൻറ്റൻസിറ്റിയാണ് ആ ലൈൻ കട്ട് ചെയ്യുന്ന ഭാഗം. ഷാഡോയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പെട്ടെന്ന് കുറയും, ഡാർക്ക്നെസ് ആകും. ഇപ്പോൾ ജോമെട്രിക് ഷാഡോയിൽ ഈ ക്യൂ എന്നുള്ള പോയിന്റിലെ ഇൻറ്റൻസിറ്റിയാണ്, ക്യൂ എന്നുള്ള പോയിന്റിലെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ പീക്കൽ കൊണ്ട് കാണിക്കുന്നത്, ആ കർവ് കൊണ്ട് കാണിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കാണും. ആ മാക്സിമം, ആ മുകളിൽ കാണുന്നതിലും മാക്സിമത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, മിനിമത്തിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. ആ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, മിനിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഏതാനും ദൂരം എത്തുമ്പോൾ ഷാഡോയ്ക്ക് പുറത്ത് പിയിൽ നിന്ന് മേപ്പോട്ട് ഏതാനും ദൂരം ചെല്ലുമ്പോൾ നമുക്ക് കാണാം യൂണിഫോം ഇലുമിനേഷൻ. മാക്സിമം ഗോസ് ഓൺ ഡിക്രീസിങ്, മിനിമ ഗോസ് maximum go on decreasing, minima go on increasing, and after a distance we get a uniform illumination. That is a curve. അപ്പോൾ ഈ കർവിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് വൈ ആക്സിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്, പിന്നെ ഒറിജിൻ ഷാഡോ എഡ്ജാണ്, റൈറ്റ് സൈഡിൽ ഡിസ്റ്റൻസ് ഫ്രം പി, അത് ഔട്ട്സൈഡ് ജോമെട്രിക് ഷാഡോ ആണ്. ലെഫ്റ്റിൽ ഡിസ്റ്റൻസ് ഫ്രം പി തന്നെ ഇൻസൈഡ് ജോമെട്രിക് ഷാഡോ ആണ്. ഷാഡോയ്ക്കകത്ത് ലൈറ്റ് പെട്ടെന്ന് പാൾ ഓഫ് ചെയ്യും. പുറത്ത് മാക്സിമം മിനിമ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാക്സിമം ഗോ ഡിക്രീസിങ് ആണ്, മിനിമം ഗോ ഇൻക്രീസിങ് ആണ്. ആഫ്റ്റർ എ ഡിസ്റ്റൻസ് യൂണിഫോം ഇലുമിനേഷൻ ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. The intensity distribution on the screen due to a straight edge is shown in the figure. The observed diffraction pattern reveals the light is propagated in the form of waves. ലൈറ്റ് വേവിലാണ് പോകുന്നത് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ സ്ട്രൈറ്റ് എഡ്ജ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെക്ടീരിയർ പ്രൊപ്പഗേഷൻ പോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. ഡിസ്കസ് ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രൈറ്റ് എഡ്ജ് are represent the intensity distribution of intensity distribution graphically. Short answer, give the intensity distribution curve of the straight edge diffraction pattern. ഇതാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സ്ട്രൈറ്റ് എഡ്ജ് എടുത്തത് 2 ക്ലാസ് കൊണ്ടാണ്. അപ്പോൾ ലെഗ് ടോപ്പിക്കാണ് ഈ ഫ്രെനൽസ് എക്സ്പ്ലനേഷൻ ടു റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട എസ് എ ആണ്, ലെങ്തി എസ് എ ആണ്. 2 ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. മറ്റേ നമ്മൾ ഒരു ക്ലാസ്സിലെടുത്തപ്പോൾ 3/4 മണിക്കൂർ എടുത്തു. ഇത് 2 ക്ലാസ്സാണ്. അപ്പോൾ ഒറ്റ എസ് എയുടെ ചോദിക്കുന്നത് ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രൈറ്റ് എഡ്ജ്, ഫ്രെനൽ ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രൈറ്റ് എഡ്ജ്. അതായത് ഡിഫ്രാക്ഷൻ ചാപ്റ്ററിലെ 2ാമത്തെ ഇമ്പോർട്ടൻ്റ് എസ് എ ആണ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രൈറ്റ് എഡ്ജ്. അത്രയല്ല, പടം വരച്ച് കഴിഞ്ഞാൽ ആ 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, PQR എക്സ്പ്ലെയിൻ ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക, അത്രയും ചെയ്താൽ മതി. And that is all with your 19th lecture on optics. Thank you very much.